ഹലോ, എൻ്റെ ഇന്നത്തെ ഒരു സൺഡേ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഫുള്ളൊരു വീഡിയോ അല്ല, ഒരു ഈവനിങ് ടൈമിലുള്ളതാണ് കേട്ടോ. നമുക്കിന്നൊരു കുറച്ച് ഡ്രസ്സ് എടുക്കണം. പിന്നെ തൃശ്ശൂർ ശക്തനിൽ ഫ്ലവർ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ സീമാസിലേക്കാണ് പോയത്. പക്ഷേ എനിക്കൊരു നമ്മളിതിന് മുൻപും സീമാസിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇതേപോലത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. വേറെ ഒന്നല്ല, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നു. ഓഫറിൻ്റെ സെക്ഷൻ വേറൊരു ഭാഗത്തും ഫിക്സഡ് റേറ്റ് ഉള്ള അത് വേറെ ഭാഗത്തുമാണ്. അപ്പം നമ്മൾ ആ സാരി എടുക്കാനാണ് വന്നത്. അപ്പം നമ്മൾ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവരവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളവിടെ പോയി. അവിടെ നമുക്ക് ഈ ഒരു സാരി കാണിച്ചു തരാനായിട്ട് അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്കറിയില്ല, ഇവരുടെ ഷോപ്പിൽ വന്നിട്ട് ഇത് എവിടെ ഇരിക്കണമെന്ന് നമുക്കറിയില്ല. അതിനൊരാൾ പോലും ഉണ്ടായിരുന്നില്ല. കുറേ നേരം നമ്മളവിടെ നിന്ന് പോസ്റ്റ് അടിച്ചു. ഓരോ സ്റ്റാഫ് പോകും, നമ്മൾ ചോദിക്കും, അവർ മൈൻഡ് ചെയ്യാണ്ട് പോവും. അങ്ങനെ പൊട്ടനുഭവം ഉണ്ടായിരുന്നത്. നമ്മളാരും താഴ്ത്തി കെട്ടാണെന്നല്ല, പക്ഷെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് അവിടെ എല്ലാവരും ഞാൻ പറയണില്ല, കുറച്ച് സ്റ്റാഫെങ്കിലും പഠിക്കാനുണ്ട്. അങ്ങനെ നമ്മളവിടെ നിന്ന് എടുക്കാണ്ടാണ് പിന്നെ പോയത്. കുറച്ച് സാരീസൊക്കെ നമ്മൾ നോക്കി, അതും നമ്മൾ തന്നെ നോക്കിയത്. പിന്നെയാണ് ഈ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത്, നമുക്ക് കാണിച്ചു തന്നിട്ട്. അത് നമ്മൾ പോയി പറഞ്ഞിട്ടാണ് ഈ ഒരു ചേച്ചി വന്നത്. വേറൊരു ചേച്ചി വന്നപ്പോൾ ആളോട് പറഞ്ഞിട്ടാണ് ഈ ഇരിക്കുന്ന ഒരു ചേച്ചി വന്ന് നമുക്കിതൊക്കെ കാണിച്ചു തന്നത്. അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല, കാരണം നമ്മൾ ഡ്രസ്സ് എടുക്കാണ്ട് പോന്നു. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അനുഭവം സീമാസിൽ ഉണ്ടാവുന്നത്. ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാവരുടെ കാര്യവും എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തൃശ്ശൂർ ശക്തനിലുള്ള ഒരു ഫ്ലവർ ഷോ കാണാനായിട്ടാണ് നമ്മൾ എത്തിയത്. ചെടി പ്രേമികൾക്കറിയാം, ഫ്ലവർ ഷോ എവിടെ ഉണ്ടെങ്കിലും നമ്മളവിടെ ഹാജരായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മൾ ഫ്ലവർ ഷോ കാണാനായിട്ട് വന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് 100 രൂപയാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസാണ് അവിടെ സെറ്റ് ചെയ്തേക്കണത്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ഫ്ലവറിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് തന്നെയാണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ ബുദ്ധൻ്റെ ഇതൊക്കെ വെച്ച് ഇങ്ങനെ കുറച്ചധികം തന്നെ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ അവതാറിൻ്റെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഗെയിംസ്, പിന്നെ എന്താ പറയുക, ഫുഡ് സ്റ്റാൾ അങ്ങനെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ 100 രൂപയുടെ ഒരു കാണാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്കങ്ങനെയാണ് തോന്നിയേക്കണത്. 100 രൂപയ്ക്കുള്ളത് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ടില്ല. പിന്നെ ബുക്ക് സ്റ്റാളുണ്ട്. ബുക്കുകൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ജോസഫ് അന്നൻകുട്ടിയുടേത് ഞാൻ കുറേ നാളായിട്ട് മേടിക്കുന്ന വെച്ചിരിക്കുന്ന ഒരു പുസ്തകമായിരുന്നു. അങ്ങനെ നമ്മളത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നു കിട്ടും. നല്ല അടിപൊളി ആംബിയൻസും ഫുഡൊക്കെ. എനിക്ക് ഇന്നത്തെ ഒരു ദിവസം പോയാൽ എനിക്കിഷ്ടമായൊരു സ്ഥലം ഇവിടെ മാത്രമാണ് കേട്ടോ. അടിപൊളി ആംബിയൻസ് ആയാലും പ്ലാന്റ്സൊക്കെ വെച്ചിട്ട്, പിന്നെ ഫുഡായാലും ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. സ്ഥലം എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. എന്തായാലും എനിക്കത് നിങ്ങൾക്ക് പറയാനായിട്ട് എനിക്ക് സ്ഥലം ഓർമ്മയില്ല. ഞാൻ എന്തായാലും അത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്താണേ. എനിക്ക് ഫുഡായാലും അവിടുത്തെ അവരുടെ നമ്മളോടുള്ളൊരു പെരുമാറ്റമായാലും എല്ലാം അതും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.